അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. ഇവൻ ആ തച്ചനല്ലയോ? ദൈവമക്കളെ, എന്നെ നാളുകളായി വളരെയധികം ആകർഷിച്ച് ചില കാര്യങ്ങൾ പഠിക്കുവാൻ എന്നെ സഹായിച്ചൊരു ദൈവവചനമാണ് ഇവൻ ആ തച്ചനല്ലയോ. എൻ്റെ ഒരു വളരെ നല്ല ഒരു സ്നേഹിതൻ, അദ്ദേഹം ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായി, പിന്നെ പ്രിൻസിപ്പളായി, പിന്നെ AEO ആയി, പിന്നെ DEO ആയി, പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ DPI എന്ന് പറയുന്നൊരു സെക്ഷൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരു സാറാണ്. ആ സാർ എന്നോടൊരു അനുഭവം പങ്കുവച്ചു. സാറ് DEO ആയിരിക്കുമ്പോൾ, ഞങ്ങളുടെ അയൽവാസിയും കൂടിയാണ് സാർ, തമ്പി സാർ എന്നാ പേര്. അവിടെയുള്ള സ്കൂളിൽ സാർമാർ പറഞ്ഞു, നാളെ നമ്മുടെ സ്കൂളിൽ DEO വരുന്നതാണ്. DEO വരുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല വൃത്തിയുള്ള ഡ്രസ്സ്, നിങ്ങളുടെ പുസ്തകമൊക്കെ നന്നായി പൊതിഞ്ഞ് ക്ലിയർ ആക്കിക്കൊണ്ട് വരണം. DEO എന്നിങ്ങനെ ഈ സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിള്ളേരുടെ ഉള്ളിൽ ഇതെന്തോ രൂപമാണെന്നും ഇത് എന്നതാണെന്നും അറിയാതെ എന്തോ ഒരു വലിയ ഒരു ഭീകര ജീവിയുടെ ചിത്രമാണ് സാർ ഈ DEO എന്ന് പറഞ്ഞപ്പം ഈ പിള്ളേരുടെ അകത്ത് കയറി. സാറിനോട് പറഞ്ഞതാ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ആ അടുത്തുള്ള സ്കൂളിൽ സാറ് DEO ആയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റപ്പോൾ അവിടെ ഇരുന്നൊരു കൊച്ചു കുട്ടി വിളിച്ചു പറഞ്ഞൊരു വാചകം, അയ്യോ ഇത് ഞങ്ങളുടെ അവിടെ റബ്ബർ വെട്ടുന്ന തമ്പിപ്പാപ്പി അല്ലയോ. സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നൊരു കൊച്ചാ. സാറിൻ്റെ പറമ്പിലെ റബ്ബർ സാറ് തന്നെയാണ് വെട്ടുന്നത്. DEO എന്നും പറഞ്ഞ് സാറന്മാർ പറഞ്ഞിരുന്നപ്പോൾ ഈ കൊച്ചൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങളുടെ അവിടെ റബ്ബർ വെട്ടുന്ന തമ്പിപ്പാപ്പി അല്ലയോ. ഒരു DEOയെ റബ്ബർ വെട്ടുന്ന തമ്പിപ്പാപ്പി എന്ന് വിളിച്ചാൽ എങ്ങനെയിരിക്കും? കേൾക്കുന്നവർക്ക് എന്തായിരിക്കും ഉണ്ടാകാവുന്ന ഫീലിങ്? ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇവിടെ കർത്താവിനെ വിളിച്ചത് തച്ചൻ. അവിടുന്ന് ആരാണെന്നറിയാമോ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ. ഉളവായതൊക്കെയും അവൻ്റെ വചനത്താൽ ഉളവായി. ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് ആരെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൂതസഞ്ചയം വിശ്രമം കൂടാതെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനെ ലോകം വിളിച്ച ഒരു പേരാണ് തച്ചനല്ലയോ. ഞാനിത് ഇന്ന് നിങ്ങളോട് പറയാനൊരു കാരണവും കൂടെ ഉണ്ട്. മേലാൽ ഇങ്ങനെ പറഞ്ഞേക്കരുന്ന് കർത്താവ് പറഞ്ഞില്ല. അതാ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പറയാം. To know Jesus personally, that is our salvation. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നത് അത് നമ്മുടെ രക്ഷയാണ്. To know Jesus progressively, that is our sanctification. യേശുക്രിസ്തുവിനെ കൂടുതലായി അറിയുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. To know Jesus perfectly, that is our glorification. യേശുക്രിസ്തുവിനെ ഉള്ളതുപോലെ പൂർണ്ണമായി അവനായിരിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്, അതിൻ്റെ പേരാണ് നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് 2 ചുമതലകൾ ഉണ്ടായിരുന്നു വീട്ടിൽ.
ഒന്നാമത്തെ ചുമതല, വീട്ടിലേക്ക് ആവശ്യമായ വിറകെല്ലാം എവിടുന്നാണെന്ന് അറിയത്തില്ല, ഞാൻ കൊണ്ടു കൊടുക്കണം. എനിക്കൊരു കൊച്ചു കോടാലി. പിന്നെ വീട്ടിലേക്കുള്ള വെള്ളം, ഒന്നുകൂടെ പറഞ്ഞാൽ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും എനർജി ഡിപ്പാർട്ട്മെൻറ്റും, ഞങ്ങളുടെ വീടൊരു മന്ത്രിസഭയാണെങ്കിൽ ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയായിരുന്നു ഞാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കൊച്ചു പറമ്പിൻ്റെ അകത്ത് കിണറില്ല. അടുത്തൊരു സാറിൻ്റെ പറമ്പിൽ ചെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് വീട്ടിൽ വെള്ളത്തിന് കുറവ് വരുത്താതെ, കുറഞ്ഞോ ഏതെങ്കിലും പാത്രം കാലിയായോ, ഇത് ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. ഈ വിറകുണ്ടാക്കണം, അതും എൻ്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഒരു തടിയോ മരമോ കണ്ടാൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇത് വെട്ടിയിട്ടാൽ ഒരാഴ്ച കഞ്ഞി വയ്ക്കാനുള്ള വിറക് ഇതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ ഒരു കടുങ്കാപ്പിക്കുള്ള ചുള്ളി അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ ഏത് തടി കണ്ടാലും ഏത് മരം കണ്ടാലും എത്ര വിറക് കിട്ടും, എത്രമാത്രം ദിവസം തീ കത്തിക്കാം, ഇത് മാത്രമേ എൻ്റെ മനസ്സിൻ്റെ അകത്തോട്ട് വരത്തുള്ളായിരുന്നു. പക്ഷെ ഒരു തച്ചൻ, ഒരാശാരി ഒരു മരം കണ്ടാൽ പുള്ളിക്കാരൻ വിറകല്ല അതിൻ്റെ അകത്ത് കാണുന്നത്, മറഞ്ഞു കിടക്കുന്ന ചില ഫർണിച്ചറാണ് ഒരു തച്ചൻ അതിൻ്റെ അകത്ത് കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, എ കാർപ്പന്റർ ക്യാൻ സീ ദ പൊട്ടൻഷ്യൽ. സാധാരണക്കാര് വിറകു മാത്രം കാണുന്ന, വേലിക്കമ്പും പത്തലും മാത്രം കാണുന്നതിൻ്റെ അകത്ത് ഒരാശാരി കാണുന്നത് മറ്റാർക്കും കാണാൻ കഴിയാത്ത, മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അസാമാന്യമായ ഒരു പ്രത്യേകമായ അസാമാന്യമായ പൊട്ടൻഷ്യൽ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ദൂരവേ കാണുന്നവനാണ് ഒരാശാരി എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മെ ഇവിടെ കൊണ്ടുവന്നത്, ലോകം നമ്മളെ കണ്ടത്, ലോകം എന്നെ കണ്ടത്, എട്ടും പൊട്ടും തിരിച്ചറിയാത്ത, മലയാളം മീഡിയം 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു സാധാരണക്കാരനായ ഒരു ഉപദേശിയുടെ ഒരു മകനാണെന്ന് കണ്ടപ്പോൾ യേശു എന്നെ കണ്ടത് അങ്ങനെയല്ല. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ ഇന്ന് പകൽക്കാലം യേശു നമ്മെ കാണുന്നത് ലോകം നമ്മളെ കാണുന്നത് പോലെയല്ല. അതുകൊണ്ട് ലോകത്തിൽ ആരെങ്കിലും നമ്മളെ വില കുറച്ച് കണ്ടാൽ, നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞാൽ ചങ്ക് പൊട്ടുകയൊന്നും ചെയ്യില്ല കേട്ടോ. കർത്താവ് നമ്മളെ കണ്ടത് അങ്ങനെയല്ല. ലോകം മോശയെ കണ്ടത് ഒരു വിക്കനായിട്ടാണ്. പക്ഷെ ദൈവം മോശയെ കണ്ടത് ന്യായപ്രമാണം ഏൽപ്പിക്കുവാനും ലക്ഷക്കണക്കിന് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ നായകനായി മോശയെ ദൈവം കണ്ടു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന വലിയ ശില്പിയെക്കുറിച്ച്. അദ്ദേഹവും കൂട്ടുകാരും കൂടെ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുകയാണ്. നടന്നു പോയപ്പോൾ കുറച്ച് പാറക്കൂട്ടം. മൈക്കൽ ആഞ്ചലോ അതേ നോക്കി ഇങ്ങനെ അങ്ങ് നിന്നു. കൂട്ടുകാർ അല്പം മുമ്പോട്ട് എന്നേച്ച് വാ 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 വേഗം വാ, സമയം പോകുന്നു. മൈക്കൽ ആഞ്ചലോ അത് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം മൈക്കൽ ആഞ്ചലോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, I am going to set free the angel out of this rock. ഈ പാറയ്ക്കകത്തുനിന്ന് ഒരു മാലാഖയെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരുവാൻ പോകുകയാണ്. കൂട്ടുകാരും നാട്ടുകാരും കണ്ടത് പാറക്കൂട്ടമാണ്. മൈക്കൽ ആഞ്ചലോ അതിൻ്റെ അകത്ത് കണ്ടത് ആർക്കും കാണാൻ കഴിയാത്ത ഒരു ഏഞ്ചലിൻ്റെ രൂപം മൈക്കൽ ആഞ്ചലോ കണ്ടു. മൈക്കൽ ആഞ്ചലോ പണി തുടങ്ങി. അവിടെ തട്ടി, അത് തട്ടി, ഇത് തട്ടി, അവിടെ ഇടിച്ചു, ഇവിടെ ഇടിച്ചു, അത് മാറ്റി, ഇത് മാറ്റി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതുവരെ കാണാതിരുന്ന, അതുവരെ മറഞ്ഞു കിടന്ന് മനോഹരമായൊരു മാലാഖയെ ആ പാറയ്ക്കകത്തോന്ന് കൊത്തിയെടുക്കുവാൻ മൈക്കൽ ആഞ്ചലോയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ലോകം നമ്മളെ കാണുന്നത് എങ്ങനെയുമാകട്ടെ
കർത്താവ് നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, എന്താണ് എന്ന് നാം ഓർത്താൽ മാത്രം മതി. പൗലോസിന്റെ വാക്ക് നിങ്ങൾക്കറിയാം. ബലമേറിയതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ നികൃഷ്ടമായതിനെ, കുലശ്രേഷ്ഠത പറയുന്നതിനെ ലജ്ജിപ്പിക്കുവാൻ ഏതുമില്ലാത്തതിനെ, ബലമുണ്ടെന്ന് പറയുന്നതിനെ ലജ്ജിപ്പിക്കുവാൻ ബലമില്ലാത്തതിനെ, ഇന്ന് പകൽക്കാലം ജ്ഞാനിയാണെന്ന് പറയുന്നവനെ ലജ്ജിപ്പിക്കുന്നത് വിദ്യാഭ്യാസം പോലുമില്ലാത്ത പെന്തക്കോസിന്റെ ആരംഭകാല ചരിത്രം അങ്ങനെയല്ലേ? അന്ന് PhD-ക്കാരെ കൊണ്ടല്ല പെന്തക്കോസ് വളർന്നത്. ഒരു ദൈവദാസന്റെ അനുഭവം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വർഷങ്ങൾക്ക് മുമ്പ്. അക്ഷരാഭ്യാസം ഒന്നുമില്ലാത്തൊരമ്മച്ചി ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് കർത്താവ് ഒരു വെളിപ്പാട് തരുന്നെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞ വെളിപ്പാട് ഇങ്ങനെയാണ്: ദൈവദാസനെ, വീട്, അതിൻ്റെ പുറത്ത് 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 വീട്, അങ്ങനെ 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 ഒത്തിരി ഒത്തിരി വീടുകൾ അടുക്കി നിരത്തി വെച്ചിരിക്കുന്ന പോലത്തെ ഒന്നിൻ്റെ മുകളിൽ ദൈവദാസൻ നിൽക്കുന്ന ഒരു വെളിപ്പാട് എനിക്ക് തന്നു. കേട്ടവരും ചിരിച്ചു, ദൈവദാസനും ചിരിച്ചു. ആ ദൈവദാസൻ പറഞ്ഞതാ, ചില വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം അമേരിക്കയിലേക്കൊന്ന് പോയി. അവിടെ ചെന്നപ്പോൾ അടുത്തുകാർ പറഞ്ഞു, നമുക്ക് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിലൊന്ന് കയറാം. കയറാം. അവിടെ കയറി നിന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആ സാധുവായ അമ്മച്ചി പറഞ്ഞ വെളിപ്പാട്: വീട്, വീടിൻ്റെ പുറത്ത് വീട്, അതിൻ്റെ പുറത്ത് വീട്, അതിൻ്റെ പുറത്ത് വീട്, അതിൻ്റെ പുറത്ത് വീട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, കൃപയും കൃപാവരങ്ങളുമാണ് ദൈവസഭയുടെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ലോകത്തിൽ പലർക്കും കാണാൻ കഴിയാത്തതിനെ നമ്മിൽ നമ്മുടെ കർത്താവ് കാണുന്നുണ്ടെന്നുള്ളത് ഈ പകൽക്കാലം അറിയണം. ദൈവം തൻ്റെ സഭയിൽ സാധാരണക്കാരനായിട്ടിരിക്കാൻ, ഒടുവിലൊരു ഹല്ലേലൂയ പറഞ്ഞേച്ചു പോകാൻ, അങ്ങനെ ഒരു ചുരുങ്ങിയ പദ്ധതിയിൽ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദേശം കാണാത്ത അത്ഭുതങ്ങൾ, കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷികളായി എന്നെയും നിങ്ങളെയും നിർത്തുവാൻ ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നുവെന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. കർത്താവ് മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ട് വാക്യം നമുക്കൊന്ന് വായിക്കണേ. യെശയ്യാ പ്രവചനം 41 അധ്യായം 14-15 വാക്യങ്ങൾ. യെശയ്യാവ്: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തത് പുഴുവായ യാക്കോബേ എന്ന് വിളിച്ചോണ്ടാ തുടങ്ങിയത്. പുഴുവേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതും പർവ്വതങ്ങളെ മെതിക്കുന്നതുമായ മെതിവണ്ടിയാക്കും. നമ്മുടെ ഭാഷയിൽ പറയാം, ബുൾഡോസറാക്കും. പുഴുവേ, നിന്നെ ഞാൻ ബുൾഡോസറാക്കും. നോർന്ന് നോക്കിക്കേ, നമുക്ക് ഇഷ്ടപ്പെട്ട കറിയും എല്ലാം കൂടെ വെച്ച് ഒരു ഊണ് നമ്മുടെ മുമ്പിൽ ഒരുക്കി ഇങ്ങനെ ഉണ്ണാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അകത്തൊരു പുഴു ഞൊളയ്ക്കുന്ന കണ്ടാൽ നമുക്ക് എന്തോ തോന്നും? എപ്പോഴും പുഴു നമുക്ക് അറപ്പുളവാക്കുന്നതാണ്. പുഴുവിനെ കണ്ടാൽ അതിനെ എങ്ങനെയാലും ചവിട്ടി ഇല്ലാതാക്കാൻ ഞാനും അങ്ങനെ ചെയ്യുന്ന ആളാണ്. ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ്, ആരും വില കൽപ്പിക്കാത്ത ഒന്നാണ്, ആരും മാന്യത കൽപ്പിക്കാത്ത ഒന്നാണ് പുഴു. പുഴുവായ യാക്കോബേ,
എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ പുഴുവാണ്, പക്ഷെ ഞാൻ നിന്നെ ആക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ പുഴുവായിട്ടല്ല, മൂർച്ചയേറിയതും പർവ്വതങ്ങളെ മെതിക്കുന്നതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുമെന്ന് പകൽക്കാലം ഒരു പുഴുവായിരുന്ന് പുഴുവായി ജീവിച്ച് പുഴുവായി അവസാനിക്കാനല്ല. പൗലോസിന്റെ വാക്കിൽ പറഞ്ഞാൽ കോട്ടകളെ ഇടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന, ശത്രുവിന്റെ കോട്ടകളെ മെതിക്കുന്ന മെതിവണ്ടിയാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നീ ആ തച്ചനല്ലയോ, പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന ഒരു തച്ചൻ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ കണ്ടതും കർത്താവ് നമ്മളെ കരുതുന്നതും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി സാധാരണമല്ല. നമ്മളാകെ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകും, ആ ഒരു വിശ്വാസിയായി തുടർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോവാം, ഓക്കെ. പക്ഷേ ദൈവിക പദ്ധതി അങ്ങനെ ലിമിറ്റഡ് അല്ല. ഒന്ന് വിട്ടുകൊടുക്കാമോ? സമ്പൂർണമായി കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വിട്ടുകൊടുത്താൽ ഇന്ന് പകൽക്കാലം നമുക്ക് പോലും മോഹിക്കാൻ കഴിയാത്തൊരു തലത്തിലേക്ക്, ആത്മീക മണ്ഡലത്തിലേക്ക്, കൃപകളിലേക്ക്, ദൈവശക്തിയുടെ വ്യാപാരങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തും. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വീടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു അപ്പച്ചൻ പറഞ്ഞൊരു വാചകം, ഇവർക്കിട്ട് എന്നാ ചെയ്താലും ഏക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ചെയ്തെന്ന്. ഇവർക്കിട്ട് എന്നാ ചെയ്താലും ഏക്കുകയില്ല. കാരണം എന്നാന്നറിയാമോ? അപ്പച്ചന് മനസ്സിലായി, അപ്പച്ചൻ പലരെ കണ്ടിട്ടുണ്ട്, പക്ഷേ അപ്പച്ചൻ്റെ പരിപാടികൾ ഏക്കാത്തത് ആമൻ ദൈവമക്കളുടെ അടുത്താണെന്ന് പകൽക്കാലം നാട്ടിലെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും പേടിക്കേണ്ട കാര്യം നമുക്കില്ല, അവർ നമ്മളെയാ പേടിക്കേണ്ടത്. ഇന്ന് പകൽക്കാല കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റുവാൻ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന തച്ചൻ നീ അല്ലയോ? ഇങ്ങനെ ഒരു തച്ചനെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അടുത്തൊരു ഉദാഹരണം പത്രോസാണ്. യോഹന്നാന്റെ സുവിശേഷം 1:42 വാക്യം. യോഹന്നാൻ 1:42. അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. അത് പത്രോസ് എന്നാകും. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറക്കഷണം. ഓക്കെ. യേശുവിൻ്റെ കൂടെ ഒരു രാത്രിയിൽ കഴിച്ചുകൂട്ടിയ അന്ത്രയോസ് രാവിലെ വീട്ടിലേക്ക് പോയി. എനിക്ക് ആദ്യം തോന്നി മടുത്തേച്ചാ പോകുന്ന. നല്ല യേശുവിൻ്റെ കൂടെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ അന്ത്രയോസിനൊരു ചിന്ത, ഞാൻ കണ്ട ഈ യേശുവിനെ എൻ്റെ സഹോദരൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ സഹോദരനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. ചെന്നു വിളിച്ചുകൊണ്ട് വന്നു. ഈ അന്ത്രയോസിൻ്റെ സഹോദരനെ കർത്താവ് ഒന്ന് നോക്കി. ഞാൻ ആ നോട്ടത്തെ വിളിക്കുന്ന പേരുണ്ട് MRI ലുക്ക്. ഒറ്റ നോട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം ഇതെല്ലാം ആ ഒരു നോട്ടത്തിനകത്ത് വ്യക്തമായിരിക്കുകയാണ്. നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, പക്ഷെ നീ എൻ്റെ അടുക്കൽ വന്നില്ലേ? ഞാൻ നിനക്കൊരു പുതിയ പേര് കൽപ്പിക്കുന്നു, കേഫ അല്ലെങ്കിൽ പത്രോസ്, പാറക്കഷണം. മണ്ണ് കൊണ്ട് നിർമ്മിച്ച, മണ്ണായിരിക്കുന്ന
ഈ ശിമോൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഇനിയും നീ മണ്ണായി മാത്രമല്ല, നീ പാറക്കഷണം കൂടിയാകാൻ പോകുകയാണ്. മണ്ണിനെ പാറക്കഷണം പോലെയാക്കുന്ന ഒരു തച്ചനുണ്ട്. ആ തച്ചന്റെ പേരാണ് യേശു ക്രിസ്തു. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. യേശുവിന്റെ അടുക്കൽ വന്നാൽ you will never be the same. പിന്നെ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഇനി യോഹന്നാൻ 1 പറഞ്ഞു, നിനക്കൊരു പുതിയ പേരുണ്ട്, കേഫ അല്ലെങ്കിൽ പത്രോസ്. കിട്ടിയോ? മത്തായി 16:18 കർത്താവ് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? ഓക്കെ. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ചിലരൊക്കെ നിന്നെക്കുറിച്ച് യിരെമ്യാവാണെന്ന് പറയുന്നു, ചിലർ ഏലിയാവാണെന്ന് പറയുന്നു, ആ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്നൊക്കെ പറയുന്നു. ഇതെപ്പോഴും നമുക്ക് നല്ലതാണ്. എന്നെക്കുറിച്ച് നാട്ടുകാരും അയൽവാസികൾ എന്തോ പറയുന്നു. ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു എൻ്റെ ദൈവമക്കളെ. പെന്തക്കോ സമൂഹങ്ങളിലും ആസ്ഥാനങ്ങളിലും അരങ്ങേറുന്ന അരങ്ങേറ്റം കണ്ടിട്ട് ജനങ്ങൾ എന്തു പറയുന്നു? കർത്താവ് അടുത്തതായി ചോദിച്ചു, നിങ്ങളെന്തോ പറയുന്നു? മറുപടിക്കോട്ട് താമസം വന്നില്ല. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. യോഹന്നാൻ 1:42 പത്രോസ് ആകുമെന്ന് പറഞ്ഞിട്ട് മത്തായി 16:18 യേശു പറഞ്ഞു, നീ ആയിരിക്കുന്നു. കർത്താവ് ഒരു വാഗ്ദത്തം തന്നാൽ, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വാഗ്ദത്തം ഒരു ഉന്നതനായ വ്യക്തി ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വീതം വരുമെന്ന്. ആളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, വെറും വാക്ക. ഇലക്ഷന്റെ സമയം കൂടെ അല്ലേ, എന്തൊക്കെയാണെന്നറിയാം. പക്ഷെ കർത്താവ് ഭംഗി വാക്ക് പറയുന്നവനല്ല. നീ പത്രോസ് ആകുമെന്ന് പറഞ്ഞ കർത്താവ് മത്തായി 16:18 പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ആകും എന്ന് പറഞ്ഞാൽ ആക്കും. അത് കർത്താവ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ ആകാശം മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, അവന്റെ വായിലെ വാക്കിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകുവാൻ സമ്മതിക്കയില്ല. ഞങ്ങളുടെ മോളുടെ പേര് ലിൻഡ എന്നാ. ഒരിക്കൽ വീട്ടിൽ വന്നൊരു ദൈവദാസി പ്രാർത്ഥിച്ചു പറഞ്ഞു, മോളെ, കർത്താവ് നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കും, വേർതിരിക്കും. അനേക സ്റ്റേജുകളിൽ നീ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യും. ഞാനും കേട്ടപ്പോൾ എൻ്റെയും മനസ്സിൽ തോന്നി ആൾ മാറിയതായിരിക്കും. ഒരു മോനുണ്ട്, ലിഫിൻ എന്ന പേര്. ലിൻഡ മോള എന്നാ ചെയ്യാന്? പക്ഷേ അവൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, കർത്താവ് വിളിച്ചു. ഇന്ന് മരുമകൻ്റെ പേര് ഷാർലറ്റ് എന്ന്. അവർ രണ്ടുപേരും കൂടെ നിന്ന് പ്രത്യേകിച്ച് യൗവനക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഇടയിൽ ദൈവം ശക്തിയോടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്നാണെന്നറിയാമോ? ആകുമെന്ന് ദൈവാത്മാവ് പറഞ്ഞെങ്കിൽ ആയിരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ. കണ്ണുമടച്ച് വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. അവൻ അരുളി ചെയ്തത് സംഭവിക്കുന്ന നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നും നോക്കണ്ട, കണ്ണുമടച്ച് അതങ്ങ് വിശ്വസിച്ചോ, അതങ്ങ് മുറുകെ പിടിച്ചോ. വാക്ക് പറഞ്ഞ കർത്താവ് പാലിക്കുന്നവനാണ്. എന്നോടൊരു ദൈവാത്മാവ് ഒരു ദൈവദാസിൽ കൂടെ പറഞ്ഞു, ഉന്നതന്മാരുടെ സദസ്സിൽ ഞാൻ നിന്നെ എൻ്റെ വചനവുമായി എഴുന്നേൽപ്പിച്ചു നിർത്തും.
എൻ്റെ ദൈവമക്കളെ, എനിക്ക് വചനത്തിൽ വലിയ ഉപരിപഠനമൊന്നുമില്ല. മുളക്കടയിലെ ബൈബിൾ സ്കൂളിൽ പഠിച്ചെന്നേ ഉള്ളൂ. അന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ PAV സാൻകുട്ടി സാർ വല്ലപ്പോഴുമേ വരത്തുള്ളൂ. ചാക്കോ സാർ എന്നുമുണ്ട്. പിന്നെ എന്നും പഠിപ്പിക്കുന്നൊരു സാറുണ്ടായിരുന്നു, മാലക്കരി അപ്പച്ചനെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നും പഠിച്ചില്ല. മുളക്കടയിൽ എന്തോ പഠിച്ചെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒന്നും പഠിച്ചില്ല. അങ്ങനെയുള്ള എന്നെ ദൈവാത്മാവ് പറഞ്ഞു, ഉന്നതന്മാരുടെ സമൂഹത്തിൽ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തും. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പറഞ്ഞത് കർത്താവായതുകൊണ്ട് അതുപോലെ അനേക സന്ദർഭങ്ങളിൽ കർത്താവ് അത് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം പത്രോസിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പറയാം, മണ്ണാകുന്ന മണ്ണുകൊണ്ട് മെനയപ്പെട്ട ശിമോനോട് കർത്താവ് പറഞ്ഞു, മണ്ണുകൊണ്ട് മെനയപ്പെട്ട നിന്നെ ഞാൻ പാറക്കഷണമാക്കും. അത് സംഭവിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. ഇനി അടുത്തതൊന്ന് നോക്കണം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14, 19 ഈ 2 വാക്യങ്ങൾ. വെളിപ്പാട് 21-ന്റെ 14, 19. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട്. പുതിയ യെരൂശലേമിൻ്റെ മതിലിന് 12 അടിസ്ഥാനം, അതിൽ അപ്പോസ്തലന്മാർ 12 പേരുടെ പേര്. ഇനി അതിൻ്റെ 19 നോക്കിക്കേ. 14-ാം വാക്യത്തിൽ അതിന് അപ്പോസ്തലന്മാരുടെ പേരുകളാണെന്ന് പറഞ്ഞിട്ട് 19-ാം വാക്യത്തിൽ പറയുന്നു അത് രത്നമാണെന്ന്. ഒന്നോർത്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ വെറും മൺപൊടിയായ ശിമോൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പാറക്കഷണമായി തീർന്നില്ല. ആ പാറക്കഷണത്തെ രത്നമാക്കി കർത്താവ് മാറ്റി. ഇന്ന് പകൽക്കാലം ഓർക്കുക, നീ ആ തച്ചനല്ലയോ? കർത്താവ് എത്ര വലിയവനാണ് എൻ്റെ ദൈവമക്കളെ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കർത്താവിന് വിഷയമല്ല. കർത്താവ് ശുശ്രൂഷയ്ക്ക് ആരെയെങ്കിലും വിളിച്ചെങ്കിൽ ബയോഡേറ്റ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. അത് പ്രസ്ഥാനങ്ങൾക്ക് ബയോഡേറ്റ വേണ്ടത്. കർത്താവിന് വേണ്ടതൊരു സമർപ്പണമാണ്. കർത്താവിന് വേണ്ടതൊരു സമർപ്പണമാണ്. ഇന്ന് പകൽക്കാലം പണ്ടൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, അല്പമാമുപകരണം കൊണ്ടു നൽപ്പെഴുന്ന മഹത്തായ വേലകൾ ചെയ്യും ശില്പികൾ കൂടെയവന്. അല്പമാമുപകരണം കൊണ്ട് മഹത്തായ വേലകൾ ചെയ്യുന്ന ശില്പികൾ കൂടെയവൻ. ഇന്ന് പകൽക്കാലം നമ്മെ കർത്താവ് ഒരു സാധാരണ വിശ്വാസിയായി, ഒരു സാധാരണ സഭാംഗമായി തുടരാൻ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്. അതൊരു തുടക്കം മാത്രമാണ്. ഈ ദേശത്തെ ഇളക്കുന്ന, ഈ ദേശത്തിന് ചെറുക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തിയുടെ പാത്രങ്ങളാക്കി നമ്മെ മാറ്റുവാൻ, രത്നങ്ങളാക്കി മാറ്റുവാൻ, പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന കർത്താവ്, മൺപൊടിയെ രത്നമാക്കി മാറ്റുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, നീയാണ് ആ തച്ചനല്ലേ? മൂന്നാമതായി ഓർത്ത് നോക്ക്, ഹഗ്ഗായി 2:23. ഹഗ്ഗായി 2:23. ശെയൽത്തിയേലിന്റെ മകനായ, കിട്ടിയില്ല, ഹഗ്ഗായി ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത്. ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുക്കും. എടുത്തു കഴിയുമ്പോൾ നീ ആരായി മാറും?
മുദ്രാമോതിരം. മുദ്രാമോതിരം എവിടെ ഉപയോഗിക്കുന്നറിയാമോ? രാജാക്കന്മാർ കൽപ്പന എഴുതിയിട്ട് അത് മുദ്രാമോതിരം കൊണ്ട് സ്റ്റാമ്പ് ചെയ്യുന്നത്. സ്റ്റാമ്പ് ചെയ്താൽ പിന്നെ അതിന് മാറ്റമില്ല. ഇന്ന് പകൽക്കാലം ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലേ, നീ സാധാരണക്കാരിൽ ഒരുവനെ പോലെയാണെങ്കിലും ഞാൻ നിന്നെ എടുത്തു കഴിഞ്ഞാൽ നീക്കം വരുത്താൻ കഴിയാത്ത, ഒരു ശക്തിക്കും തടയാൻ കഴിയാത്ത ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആധികാരിക വക്താവായി ഞാൻ നിന്നെ മാറ്റും എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് പറയാം, ആഹാ, ഒരു സാധാരണക്കാരനെ മുദ്രാമോതിരമാക്കുന്ന തച്ചനാണ് നീയല്ലേ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയ സഖരിയ പ്രവചനം 10-ാം അധ്യായം 3-ാം വാക്യം. സഖരിയാവ് 10:3. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് ആട്ടിൻകൂട്ടത്തെ ദൈവം പടയിൽ സന്ദർശിച്ച് പടക്കുതിരയാക്കി മാറ്റും. ആടിനെ പടക്കുതിരയാക്കി മാറ്റും. ഞാൻ ഈ കുഞ്ഞുങ്ങൾ പറയുന്ന പല പ്രസ്താവനകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് കൂടുമ്പോൾ മാറി നിന്ന് ശ്രദ്ധിച്ചാൽ രസകരമാണ്. ചിലർ പറയടാ ഞാൻ കടുവയാടാ, അടുത്തയാൾ പറയും ഞാനാടാ പുലി, അടുത്തയാൾ പറയും ഞാൻ സിംഹമാടാ. പക്ഷെ ഇന്നു വരെ ഒരൊറ്റ കുഞ്ഞും ഞാൻ ആടാണടാ എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫിൻ്റെ ഇളയ സഹോദരിയുടെ വീട്ടിൽ നടന്നൊരു സംഭവം. അവർക്കൊരു പട്ടിയുണ്ട്. അയ്യോ, സ്വസ്ഥത കൊടുക്കത്തില്ല, കൂവുകയും കരച്ചിലും ബഹളം, സ്വസ്ഥത കെട്ടിട്ട് ആ പട്ടിയെ എടുത്തുകൊണ്ടൊരു ഓട്ടോ പിടിച്ച് 200 രൂപ ഓട്ടോ കൂലി കൊടുത്ത് അങ്ങ് ദൂരെ കൊണ്ടുപോയി അതിനെ അവിടെ വിട്ടിട്ട് ഈ ഓട്ടോയിൽ അവർ തിരിച്ചിങ്ങ് പോകും. അയ്യോ, ശല്യം മാറി. 2 ദിവസം കഴിഞ്ഞപ്പം ഇവൻ ഇവിടെ വന്നു. എന്നാൽ നമ്മൾ വളർന്നൊരു ആടിനെ ഒന്ന് വിട്ടു നോക്കി. ആടിനെ കുറിച്ച് പറയും തെറ്റിപ്പോകുന്നയാട്, വഴിതെറ്റുന്നയാട്. തിരിച്ച് അവിടേക്ക് തന്നെ വരാൻ ഒരു പൂച്ചയാണെങ്കിൽ വരും, പട്ടിയാണെങ്കിൽ വരും. പക്ഷെ ഒരാടിനൊരിക്കലും മടങ്ങി യഥാസ്ഥാനത്ത് വരാനുള്ള അറിവില്ല, കഴിവില്ല. ഏതൊരു മൃഗത്തിനും ഇര തേടാനൊരു കഴിവുണ്ട്. ഈവൻ നമ്മുടെ ഓന്തിന് പോലുമുണ്ട്. ആടിനതില്ല. ശത്രുവിനെ എതിർക്കാൻ മറ്റ് മൃഗങ്ങൾക്ക് ശക്തിയുണ്ട്, ആടിനതില്ല. അതുകൊണ്ട് ആട് എപ്പോഴും ബലഹീനതയുടെയും അറിവില്ലായ്മയുടെയും വഴിതെറ്റിപ്പോകുന്നതിൻ്റെയും ഉദാഹരണമാണ് ആട്. പക്ഷെ ദൈവം പറയുകയാണ്, യഹൂദാഗ്രഹമായ എൻ്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ സന്ദർശിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അതാരായി മാറും? പടക്കുതിരയായി മാറും. ആട്ടിൻകൂട്ടത്തെ പടക്കുതിരയാക്കാൻ കഴിയുന്ന തച്ചനാണ് നമ്മുടെ കർത്താവായ യേശു. ഇനി പടക്കുതിരയുടെ പ്രത്യേകത എന്നറിയണ്ടേ? ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പടക്കുതിരയെ കുറിച്ച് പറയുന്നതാണ്. ഇയ്യോബ് 39-ന്റെ കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമണിയിച്ചത്. നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? കുതിരയെ, കുഞ്ചിരോമമുള്ള പടക്കുതിരയെ നിനക്കിട്ട് ചാടിക്കാൻ ഒക്കുമോ? വെട്ടുക്കിളിയെ പോലെ ഒക്കത്തിൽ അടുത്തത്. ഇനി അതിൻ്റെ മൊത്തം വായിക്കാൻ സമയമെടുക്കുന്നില്ല. അതിൻ്റെ 25-ാമത്തെ വാക്യം. പടക്കുതിരയുടെ പ്രത്യേകതയാ, കാഹളനാദം കേൾക്കുമ്പോൾ അയ്യോ അയ്യോ എന്നല്ല പറയുന്നത്, ഹാ ഹാ എന്ന് പറഞ്ഞ് മുമ്പോട്ട് കുതിക്കാൻ വ്യഗ്രത കൊള്ളുന്ന
യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ സന്ദർശിക്കും. ഞാൻ സന്ദർശിച്ചു കഴിയുമ്പോൾ ഈ ആട്ടിൻകൂട്ടം പടക്കുതിരയായി മാറും. പിന്നെ അതിൻ്റെ നേരെ കാഹളനാദം, യുദ്ധത്തിന്റെ സ്വരം, യുദ്ധത്തിന്റെ വെല്ലുവിളി, യുദ്ധത്തിന്റെ കോലാഹലം. ഇത് കണ്ടാൽ പുറകോട്ടോടി പോകുന്ന ഒന്നല്ല പടക്കുതിര. ഇനി ഒരു പടക്കുതിരയുടെ പ്രസ്താവന കേൾക്കണമോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിനോ ജീവനോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ മറ്റ് യാതൊന്നിനുമോ ക്രിസ്തു യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഒരാടായിരുന്ന പൗലോസ് പടക്കുതിരയെ പോലെ പറയുകയാണ്, ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവമക്കളുടെ ശക്തി കാണേണ്ടത് വെല്ലുവിളികൾ ഉയരുമ്പോഴാണ്. നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുന്നിടത്ത് പേടിച്ചു മാറുന്നവരാകരുത്. ഇന്ന് പകൽക്കാലം യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ സന്ദർശിക്കും, എന്നിട്ടിത് പടക്കുതിരയായി മാറും. ഞാനിങ്ങനെ വായിച്ചൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിനൊരു പണ്ടത്തെ സംഭവമാണ്. അദ്ദേഹത്തിനൊരു കുതിരയുണ്ട്. കുതിരയെ കൊണ്ടുവന്ന ഒരു മരത്തെ കെട്ടി അദ്ദേഹം ഏതൊരു ആവശ്യത്തിന് പോയി. അപ്പോൾ സ്കൂൾ വിട്ട് പിള്ളേർ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പോൾ ഒരു കുതിര കണ്ടപ്പം പിള്ളേർക്കൊരു രസം. അവരവരുടെ ചോറ്റുപാത്രം എടുത്ത് അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അടിച്ചു. ഇതിനൊരു കുലുക്കമില്ല. കൂവി നോക്കി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം ഉടമസ്ഥൻ വന്നു. അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈ കൂവലും ഈ പാത്രത്തെ തട്ടുന്നതും കണ്ട് പുറകോട്ട് പോകുന്ന പേടിക്കുന്ന സൈസല്ല ഇത്. യുദ്ധഭൂമിയിൽ ശത്രുവിൻ്റെ ആയുധങ്ങളെ വെല്ലുവിളിച്ച്, ശത്രു പടയാളികളെ വെല്ലുവിളിച്ച് കുതിച്ചുകൊണ്ടിരുന്ന ഒന്ന്. ഇതിൻ്റെ അടുക്കൽ നിന്റെ പാത്രം തട്ടിയാൽ ഇളകത്തില്ല. ഇന്ന് പകൽക്കാലം സമൂഹത്തോട് പറയണം, യുദ്ധം ജയിച്ച വീരനാം ദൈവത്തിന്റെ മക്കൾ, അത്ഭുത മന്ത്രിയുടെ മക്കളാണ് ഞാനും നിങ്ങളും. ദേവദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞു, യുദ്ധവീരനായ യഹോവ, ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ധൈര്യമായി വെല്ലുവിളികളെ തൻ്റെ ഇടത്തോടെ നേരിട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. നീ ആ തച്ചനല്ലയോ? നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു? പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന തച്ചൻ, മൺപൊടിയെ പാറക്കഷണവും രത്നവുമാക്കി മാറ്റുന്ന തച്ചൻ, സാധാരണക്കാരനെ മുദ്രാമോതിരമാക്കി മാറ്റുന്ന തച്ചൻ, ആടിനെ പടക്കുതിരയാക്കി മാറ്റുന്ന തച്ചൻ. ഒരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ 15 അധ്യായം 8-9 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15:8-9. പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമോ? എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക്. അകാലപ്രജ എന്താ അതിൻ്റെ അർത്ഥം? അമ്മയുടെ ഗർഭപാത്രത്തിൽ ന്യായമായും ആയിരിക്കേണ്ടുന്ന ആ കാലാവധിക്ക് മുമ്പേ പുറത്തു വന്നാൽ നമ്മളതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, ചാപിള്ള, അബോർഷൻ. പൗലോസ് പറയുകയാ, കേവലം ഒരു അബോർഷൻ പോലെ മാത്രമുള്ള എന്നെ അപ്പോസ്തലനാക്കി മാറ്റി. ചാപിള്ളയുടെ പ്രത്യേകത അറിയാൻ ഒരു വാക്യം കൂടെ വായിക്കണേ. സംഖ്യാപുസ്തകം 12 അധ്യായം 10-11 വാക്യങ്ങൾ. സംഖ്യ 12:10-11. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. ആ ആ ആ ആ ആ ആ
പത്രോസ് പറഞ്ഞത്, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ മാംസം പകുതി അഴുകിയ ആ ചാവിള്ള അബോർഷൻ ഇതിനെ ആരെങ്കിലും ഷോക്കേസിൽ കൊണ്ട് വയ്ക്കുമോ? ആർക്കും വേണ്ട. എന്ത് ചെയ്യും? പല മരത്തിന്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടും. പക്ഷെ ചാവിള്ളയെ, അബോർഷനെ ഈ തച്ചന്റെ കയ്യിലേക്കൊന്ന് വിട്ടുകൊടുത്താൽ ഈ അബോർഷനെ അപ്പോസ്തലനാക്കി മാറ്റുന്ന ഒരു നല്ല തച്ചൻ ഇന്ന് പകൽക്കാലം പ്രതീക്ഷകൾ കളയരുത്, നിരാശയോടെ പോകരുത്. വിട്ടുകൊടുക്ക്. ഇനിയും കർത്താവിന് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ളവനാണ്, മതിയായവനാണ്. ഒന്ന് സമർപ്പിച്ചാൽ മതി. ഇംഗ്ലണ്ടിന്റെ തെരുവിൽ രണ്ടുപേർ ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻ അവരുടെ പുറകെ കൂടി. അപ്പോൾ അവരുടെ സംഭാഷണത്തിലെ ഒരു വാചകം ഇതായിരുന്നു: കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരുവൻ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അവനെ ദൈവം ആരാക്കി മാറ്റുമെന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല. ആ ബാലൻ പറഞ്ഞു, എന്നാൽ ആ വ്യക്തി ഞാനായിരിക്കും. അതാണ് സ്പർജൻ. വെറും ബാലനായ സ്പർജൻ രണ്ടുപേരുടെ പുറകെ ശബ്ദമുണ്ടാക്കാതെ നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞ വാചകം, ഒരുവൻ കർത്താവിൻ്റെ കയ്യിലൊന്ന് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അവനെ ദൈവം ആരാക്കി മാറ്റുമെന്ന് ഇന്നുവരെ ലോകം കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ ആ ബാലൻ പറഞ്ഞു, എന്നാൽ ആ വ്യക്തി ഞാനായിരിക്കും. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്ക്. ഇവനൊരു വലിയ തച്ചനാണ്, അവനൊപ്പം പറയുവാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമേയില്ല. അപ്പോൾ എ കാർപ്പന്റർ സീസ് ദ പൊട്ടൻഷ്യൽ. ആർക്കും കാണാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ പ്രതിഭാസം എന്നിലും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഈ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എക്സ് MLA, എക്സ് മിനിസ്റ്റർ, എക്സ് ചീഫ് മിനിസ്റ്റർ, എക്സ് പ്രൈം മിനിസ്റ്റർ. അതിൻ്റെ അർത്ഥം എന്താ? മുമ്പായിരുന്നു, ഇപ്പോൾ അല്ലെന്ന. പക്ഷെ ഇന്ന് വരെ എൻ്റെ കർത്താവിനെ എക്സ് അത്ഭുത മന്ത്രി എന്ന് വിളിച്ചിട്ടുണ്ടോ? എക്സ് അത്ഭുത മന്ത്രി എന്ന് വിളിച്ചിട്ടുണ്ടോ? എക്സ് വീരനാം ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. അവൻ ഇന്നലെ അത്ഭുത മന്ത്രി, ഇന്ന് അത്ഭുത മന്ത്രി, നാളെ അത്ഭുത മന്ത്രി. ഇന്നലെ അത്ഭുതം പ്രവർത്തിക്കുന്ന തച്ചൻ, ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന തച്ചൻ, നാളെയും അത്ഭുതം പ്രവർത്തിക്കുന്ന തച്ചൻ. ഒന്ന് വിട്ടുകൊടുക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊടുക്ക്. കർത്താവേ, എൻ്റെ തലമുറയെ നീ എനിക്ക് തന്നതിന് നിന്റെ കയ്യിലേക്ക് ഞാനിതാ തരുന്നു. അത്ഭുതമാക്കി മാറ്റുന്ന ഒരു കർത്താവ്. ഒരബോർഷനെ അപ്പോസ്തലനാക്കിയെന്ന്. ഒരബോർഷനെ അപ്പോസ്തലനാക്കി. ചെറിയ കാര്യമാണോ? ഇനി ഞാൻ വേഗം എൻ്റെ വാക്കുകൾ നിർത്താൻ ശ്രമിക്കുകയാണ്. രണ്ടാമതായി, എ കാർപ്പന്റർ റിപ്പയേഴ്സ്. ഒരു തച്ചൻ റിപ്പയർ ചെയ്ത് തരും. ശരിയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ കാലിളകിയത്, ആടുന്ന ഡൈനിങ് ടേബിള്, കട്ടില്, മേശ, കസേര, ഒരു ആശാരിയെ വിളിച്ചപ്പം പുള്ളി അതിനെ റിപ്പയർ ചെയ്തു തന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ആക്കിയ നിലയിൽ നിന്ന്, നമ്മുടെ മേൽ പകർന്ന ആ കൃപയുടെ നിറവിൽ നിന്ന്, മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏലിയാവിനെ പോലെ നമുക്കും കേടുപാടുകൾ, ഇളക്കങ്ങൾ, ചലനങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ ഈ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ റിപ്പയർ ചെയ്ത് തരും, റിപ്പയർ ചെയ്യും. 1-2 ഉദാഹരണം നമുക്ക് ഒന്ന് നോക്കണം. ഒന്ന് പത്രോസ് തന്നെയാണ്. നമുക്കറിയാം,
യേശുവിനെ അറിയത്തില്ല എന്നും പറഞ്ഞ് പ്രാഗി, അല്ലേ? പ്രാഗി. പക്ഷെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞത് വേറെ അപ്പോസ്തലന്മാരാരും കണ്ടില്ല. അത് കർത്താവ് മാത്രമേ കണ്ടുള്ളൂ. ഈ പത്രോസ് പ്രാഗിയപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തോ തോന്നിക്കാണും, അല്ലേ ഇച്ചിരി ചാട്ടം കൂടുതലാണ്, ഇവൻ്റെ അധ്യായം തീർന്നു തോന്നിപ്പോകത്തില്ലേ? പക്ഷെ യോഹന്നാൻ 21 അധ്യായം നോക്കണം. പത്രോസിൻ്റെ അടുക്കലേക്ക് കർത്താവ് ചെല്ലുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം, ദൈവസഭയുടെ ഭൂമിയിലെ ഉദ്ഘാടന ദിവസം ഒന്നാമത്തെ പ്രസംഗം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്തത് തള്ളിപ്പറഞ്ഞ, പൊട്ടിക്കരഞ്ഞ, അനുതപിച്ച് യഥാസ്ഥാനപ്പെട്ട പത്രോസിനെയാണ് ഒന്നാമത്തെ പ്രസംഗം ചെയ്യുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചത്. അന്ന് 3000 എണ്ണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. പത്രോസ് തകർന്നവനാ. മാനുഷിക രീതിയിൽ നിന്റെ അവസരങ്ങൾ തീർന്നടാ, നിന്നെ ഇനിയും വേണ്ട എന്നേ പറയത്തുള്ളൂ. പക്ഷേ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. വീഴ്ചകൾ വന്നപ്പോഴും തോൽവികൾ വന്നപ്പോഴും നന്ദികേടുകൾ വന്നപ്പോഴും തള്ളിക്കളയാതെ ഇന്നും നിർത്തിയിരിക്കുന്നത് അവൻ നമ്മെ റിപ്പയർ ചെയ്യുന്നവനാണ്. ഇന്ന് പകൽക്കാലം യേശുവേ എന്നെ ഒന്ന് റിപ്പയർ ചെയ്യണേ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ, സ്നാനപ്പെട്ട നാളിൽ, അഭിഷേകം പ്രാപിച്ച നാളിലെ ആ ഒരവസ്ഥയിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണം, എന്നെ ഒന്ന് റിപ്പയർ ചെയ്യണേ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ റിപ്പയർ ചെയ്യുന്നവനാണ്. തീർന്നില്ല ദൈവമക്കളെ. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. അത് ദാവീദിന്റെ ഒരു പ്രസ്താവനയാണ്. ഒന്ന് വായിക്കാമോ? സങ്കീർത്തനമാണ്. 31 സങ്കീർത്തനം 12 വാക്യം. 31 സങ്കീർത്തനം. ഞാനൊരു ഉടഞ്ഞ പാത്രം. ദാവീദ് പറയുകയാണ്, ദൈവമേ ഞാനൊരു ഉടഞ്ഞ പാത്രമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊട്ട തലയെ വെച്ചോണ്ടൊരു മനുഷ്യൻ വരും. പഴയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? പഴയ പാത്രങ്ങൾ. ഞങ്ങളുടെ പാതകത്തിന്റെ കീഴെ ചാരമിട്ട് വെക്കുന്ന വാക്ക് പറഞ്ഞ ചളുങ്ങി ചുളുങ്ങി വല്ലാത്ത പരുവത്തിലിരിക്കുന്ന ചീനച്ചട്ടിയൊക്കെ അമ്മച്ചി അന്നേരം ആ ചാരം കുടഞ്ഞു കളഞ്ഞിട്ട് ഈ മനുഷ്യന് കൊടുക്കും. പുള്ളി 2 രൂപ ഇങ്ങോട്ട് തരും. ഞാൻ ഓർത്ത് ഇവനെ പോലൊരു മണ്ടൻ, എന്നെ എടുക്കാനാണ് ഇതും കൊണ്ടുപോയി. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റിയ കൊണ്ട് ഇതിനെ ഒന്നും കൂടി അടിച്ചു മടക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുള്ളി ഒരു വരവുണ്ട്. അലൂമിനിയം പാത്രങ്ങളെ പുത്തന. ഞാൻ ഓർത്ത് എന്താ സംഭവിച്ചത്? പിന്നീടാ മനസ്സിലായത്, ഇവിടെ വാക്ക് പറഞ്ഞതിനെയും ചളുങ്ങിയതിനെയും ചുളുങ്ങിയതിനെയും ചാരമിട്ട് വെച്ചതിനെയും ഈ മനുഷ്യൻ കൊണ്ടുപോയി അതിനെ മൂശയിൽ കൂടെ കയറ്റി ഇറക്കി ഉരുക്കി മറ്റൊരു മൂശയ്ക്കകത്ത് കയറ്റി കഴിയുമ്പോൾ ഇതൊരു പുതിയ പാത്രമാണ്. പഴയ പാത്രത്തെ പുതുക്കുന്ന യന്ത്രമുണ്ട്, പഴയ വാഹനത്തെ പുതുക്കുന്ന സംവിധാനമുണ്ട്, പഴയ വീടിനെ പുതുക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ മനുഷ്യനെ പുതുക്കുന്ന ഒറ്റ യന്ത്രമേ ഉള്ളൂ, അത് കാൽവറിയാണ്. ഒന്ന് സമ്മതിക്കാമോ? ഞാനൊരു ഉടഞ്ഞ പാത്രമാ. ദൈവമേ, അന്നനിലുണ്ടായിരുന്ന ആ സമർപ്പണം, ഏകാഗ്രത എനിക്കൊത്തിരി കുറഞ്ഞുപോയി. അങ്ങനെ ഒന്ന് സമ്മതിച്ചാൽ ഉടഞ്ഞ പത്രോസിനെ പുതുക്കിപ്പണിത കർത്താവ്, ഉടഞ്ഞ പാത്രമായ ദാവീദിനെ പുതുക്കിപ്പണിത കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ റിപ്പയർ ചെയ്യുന്നൊരു കർത്താവാ. നീ ആ തച്ചനല്ലയോ? ഒന്ന് സമ്മതിക്കണം. നമ്മളൊരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഇങ്ങനെയാ പറയുന്നതെന്നിരിക്കട്ടെ,
എന്താണ് പേര് വിളിച്ചു കയറി ചെന്ന്, എന്താ അല്ല ചുമ്മാ ഒന്ന് വന്നേ ഉള്ളൂ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് ഓർത്തോണ്ട് പോകാൻ പറയും. ചുമ്മാ കാണാൻ വന്ന് മെനക്കെട്ട് വർത്താനം പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നത്? നിനക്ക് പോകാം. ഞാനിവിടെ ഇരിക്കുന്നത് രോഗമോ വേദനയോ പ്രയാസമോ പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് തരാനാ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഓ ചുമ്മാ എന്നും പറഞ്ഞിരുന്നാൽ ചുമ്മാ അങ്ങ് പോകാം. പക്ഷെ ഞാൻ ഉടഞ്ഞ പാത്രമാണെന്ന് സമ്മതിച്ചാൽ എൻ്റെ കൃപ ചോർന്നു പോയി, എൻ്റെ തീഷ്ണത കുറഞ്ഞു പോയി എന്ന് പകൽക്കാലം സമ്മതിച്ചാൽ ഈ ഉടഞ്ഞ പാത്രത്തെ പുതുക്കി പണിയുന്ന ഒരു നല്ല തച്ചനാണ് നമ്മുടെ കർത്താവായ യേശു. ഇനി ഒന്നും കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുകയാണ്. A carpenter beautifies. തച്ചൻ ഭംഗി വരുത്തും. മക്കളുടെ കല്യാണമൊക്കെ വരുമ്പോൾ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ആ പഴയ ആ മേശ ആശാരിയെ കൊണ്ടുവന്നു, അദ്ദേഹം ഒന്ന് ചിന്തേരിട്ടു, തൂത്തു, അല്പം പോളിഷ് അടിച്ചു, പുത്തൻ. ദൈവസഭയുടെ സൗന്ദര്യം അറിയണോ? ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നോക്കിയേ. ദൈവസഭയുടെ സൗന്ദര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 6:10. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും. ദൈവസഭയെ കുറിച്ചുള്ളൊരു പ്രസ്താവനയാണത്. അരുണോദയം പോലെ ശോഭ, ചന്ദ്രനെ പോലെ സൗന്ദര്യം, സൂര്യനെ പോലെ നിർമ്മലത, കൊടികളോടുകൂടിയ സൈന്യം പോലെ ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എന്നോട് പിണങ്ങരുത്. മുൻകൂർ ഒരു ജാമ്യാപേക്ഷ. പുട്ടി അടിക്കുന്നതല്ല ദൈവസഭയുടെ സൗന്ദര്യം. മനസ്സിലായോ? പുറമേ ഉള്ളതല്ല നമ്മുടെ സൗന്ദര്യം. നമ്മുടെ സൗന്ദര്യം അകമേ ഉള്ളതാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 12:23. കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് ഒരു ന്യായം കൊണ്ട് വയ്ക്കുകയാണ്. ശരീരത്തിൽ മാനം കുറഞ്ഞതിന് നാം അധികം മാനം അണിയിക്കുന്നെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ദൈവസഭയെ മാന്യതയുള്ളതാക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം കെട്ടിടത്തിൻ്റെ ഭംഗി കണ്ട് പെന്തക്കോസിൽ ആരും വരണ്ട. പക്ഷേ നാം ആരാധിക്കുന്ന നമ്മിൽ പകർന്ന കൃപയുടെ സൗന്ദര്യം കണ്ട്, കൃപാവരങ്ങളുടെ സൗന്ദര്യം കണ്ട്, ഇതാണ് ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനിയും ദൈവസഭയുടെ സൗന്ദര്യം ശുശ്രൂഷകന്മാര് 27-28 വാക്യങ്ങൾ. ദൈവസഭയുടെ സൗന്ദര്യം 1 കൃപാവരങ്ങൾ, 2-ാമത് ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ. ദൈവം കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ദൈവത്തിന് യോഗ്യമാവണ്ണം കർത്താവിന് വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ആ സമർപ്പണത്തോടെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാര് ദൈവസഭയുടെ സൗന്ദര്യമാണ്. എനിക്കൊന്ന് 2 ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ കേട്ടതാണ്. ഒരു ദൈവദാസനെ എനിക്കറിയാം, എം ഇ കോസ്റ്റാൻ എന്ന് പറയും. ഒരു വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന നടക്കും. ഒരാൾക്ക് ഭൂതം കയറിയിട്ട് അത് വിട്ടുമാറാൻ വട്ടം കൂടിയിരുന്ന് എല്ലാവരും കൈയടിച്ച് പാട്ട് പാടി ഇങ്ങനെ. അപ്പോൾ ഒരു അപ്പച്ചൻ അവിടെ വന്നു, ചോദിച്ചു, മക്കളെ ഇവിടെ എന്നാ നടക്കുന്നത്? അല്ല അപ്പച്ച, ഇവിടെ ഒരാൾക്ക് ഭൂതം കയറിയത് പോകാൻ ഞങ്ങളിങ്ങനെ ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആണോ? അപ്പച്ചൻ അങ്ങോട്ട് കയറിച്ചു. ഭൂതത്തോടൊരു 3 ചോദ്യം ചോദിച്ചോളൂ. 1-ാമത്തെ ചോദ്യം, ഞാനൊരു ദൈവ പൈതലാണെന്ന് നിനക്കറിയാമോ? ഭൂതം പറഞ്ഞു, അതെനിക്കറിയാം. 2-ാമത്തത്, എങ്കിൽ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കേണ്ടി വരും, നിനക്കറിയാമോ? അതും അറിയാം. 3-ാമത്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പോ. സംഭവം പോയി. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ള എൻ്റെ ദൈവമക്കളെ. എം ഇ കോശിച്ചായൻ
മരിച്ചുപോയി, ഭക്തനായൊരു ദൈവദാസനാ. ഇതുപോലെ ഒരു പൈശാചിക വിഷയത്തിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ എം ഇ ക്രിസ്ത്യാനെ വിളിച്ചു. എം ഇ ക്രിസ്ത്യൻ ബസ്സിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പം പിശാച് പറഞ്ഞു, ആള് വന്ന് ഞാൻ പോവാന്ന് പറഞ്ഞു. ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, ആത്മഭാരത്തോടെ ദൈവജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവസഭയുടെ സൗന്ദര്യമാണ്. കൃപകൾ പ്രാപിച്ച, ആത്മാവിൽ ഞരങ്ങുന്ന, ജാഗരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ ദൈവസഭയുടെ സൗന്ദര്യമാണ്. ഇന്ന് പകൽക്കാലം ഇതാ ശരിയായ സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടോ. നമുക്കതിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഞാൻ എൻ്റെ വാക്കുവിടെ നിർത്തട്ടെ. നീ ആ തച്ചനല്ലയോ? സാധ്യത കാണാത്തതിൽ, ലോകം കാണാത്ത അപാരമായ സാധ്യത ഉളവാക്കുന്ന ഒരുവൻ, നീ ആ തച്ചനല്ലയോ? പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന തച്ചൻ, മൺപൊടിയെ പാറക്കഷണവും രത്നവുമാക്കുന്ന തച്ചൻ, സാധാരണക്കാരനെ മുദ്രാമോതിരമാക്കുന്ന തച്ചൻ, ആട്ടിൻകൂട്ടത്തെ പടക്കുതിരിയാക്കുന്ന തച്ചൻ, അപോഷനായതിനെ അപ്പോസ്തലനാക്കുന്ന തച്ചൻ, അത് നീയാ. 2 റിപ്പയർ ചെയ്യും. എവിടെയെങ്കിലും വീഴ്ചകളോ ആട്ടങ്ങളോ കുലുക്കങ്ങളോ ഇളക്കങ്ങളോ വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ചാൽ കർത്താവിനോട് പറഞ്ഞാൽ ഇന്ന് കർത്താവ് റിപ്പയർ ചെയ്തു തരും. 3-ാമതായി, കൃപയുടെ സൗന്ദര്യം കുറഞ്ഞു പോയോ? പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപാവരങ്ങളുടെ സൗന്ദര്യം, ആത്മനിറവിൻ്റെ സൗന്ദര്യം, വിശുദ്ധിയുടെ സൗന്ദര്യം എനിക്ക് തരണമേ. എനിക്ക് അവസരം തന്നതിനും നിങ്ങൾ എന്നെ കേട്ടതിനും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം ഈ സഭയെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പാവം പിടിച്ചവനെ ഒന്നോർക്കണേ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.